കേരളത്തിലെ രണ്ടാമത്തെ വ്യവസായ മേഖലയായ കഞ്ചിക്കോട് നൂറുകണക്കിന് തൊഴിലാളികളും നിരവധി ചരക്ക് വാഹനങ്ങളും ദിനംപ്രതി കടന്നുപോകുന്ന പ്രധാന പാത മാസങ്ങളായി തകർന്നു കിടക്കുകയാണെന്നും ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും BMS സംസ്ഥാന സെക്രട്ടറി വി രാജേഷ്. BMS കഞ്ചിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്കുള്ള പ്രധാന റോഡിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതവും ഇരുചക്രവാഹനങ്ങളടക്കം നൂറുകണക്കിന് തൊഴിലാളികളും രാപ്പകൽ ഭേദമന്യേ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. റോഡുകളുടെ ശോച്യാവസ്ഥ മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. കോടികൾ റോഡ് ടാക്സും പ്രൊഫഷണൽ ടാക്സും പിരിച്ചെടുക്കുമ്പോഴും റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് വി രാജേഷ് ആരോപിച്ചു. നിരവധി തവണ സ്ഥലം MLAയോട് പരാതിപ്പെട്ടിട്ടും ഈ ദുരിതത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ BMSന് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും പ്രതിഷേധം കഞ്ചിക്കോട് വ്യവസായ മേഖല മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും വി രാജേഷ് കൂട്ടിച്ചേർത്തു. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് 1983 അതായത് വ്യവസായ മേഖല വരാത്ത മുമ്പ് എന്താണോ അവസ്ഥ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു പുരോഗമനം വന്നിട്ടില്ല. പറയുമ്പോഴെല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായ മേഖല എന്ന് കൊട്ടിക്കൊടുക്കുമ്പോഴും റോഡിന്റെ വികസനത്തിൽ ഒരു പുരോഗതിയും നാളെ വരെ വന്നിട്ടില്ല. അടിയന്തരമായി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെടണം. ഈ കുഴികൾ അടച്ച് തൽക്കാലമെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ വേണമെന്ന് നടപടിയെടുക്കണം. മേഖലാ ഭാരവാഹികളായ M അനന്തൻ, K മോഹനൻ, P രമേശ്, M വീനസ്, S സുജു, G രാധാകൃഷ്ണൻ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.